ജർമ്മനിയിലെ ബവേറിയൻ ആൽപ്സിലുള്ള ഒബർ സാൽസ്ബർഗിൽ നിൽക്കുകയാണ് ഞാൻ. അങ്ങകലെ മലമുകളിൽ കാണുന്ന ഈഗിൾസ് നെസ്റ്റ് എന്ന ഹിറ്റ്ലറുടെ ഗസ്റ്റ് ഹൗസ് കണ്ട ശേഷം തിരികെ മലയിറങ്ങി ഈ ബസ് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിനി കാറിൽ കയറി യാത്ര തുടരണം. ധാരാളം ടൂറിസ്റ്റുകളെത്തുന്ന ഒരു പ്രദേശമാണിത്. ഇവിടെ വരുന്നവരെല്ലാം ഈഗിൾസ് നെസ്റ്റ് സന്ദർശിക്കാനുള്ളവരാണ്. എന്റെ കസിൻ ബിനുവിനൊപ്പമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ തന്നെ മറ്റു ചില കാഴ്ചകൾ കൂടിയുണ്ട്. അവിടേക്കാണ് നടക്കുന്നത്. ഡോക്യുമെന്റേഷൻ സെന്റർ എന്നൊരു ബോർഡ് ഒരിടത്ത് കണ്ടിരുന്നു. അതെന്താണ് സംഗതിയെന്ന് മനസ്സിലായില്ല. ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട ചില രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന ചരിത്ര സ്ഥലമാണെന്നാണ് അറിവ്. ഒബർ സാൽസ്ബർഗിലെ നാസികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രേഖകളും അവിടെയുണ്ട്. അതിനകത്ത് ക്യാമറ പ്രവേശിപ്പിക്കില്ല എന്നതിനാൽ അവിടം വരെ ചെന്ന് ഞങ്ങൾ തിരികെ വന്നു കാറിനടുത്തേക്ക്. മ്യൂണിക്കിൽ താമസമാക്കിയ ആളാണ് ബിനു. കാറിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി താഴെ ബെർച്ച്ടസ് ഗാർഡനിലേക്കാണ് പോകുന്നത്. ബെർച്ച്ടസ് ഗാർഡനിൽ കുറെ കാഴ്ചകളുണ്ട്. മലയിറങ്ങുകയാണ്. ബെർച്ച്ടസ് ഗാർഡനിലേക്ക് 4.5 കിലോമീറ്ററാണ് ദൂരം. ആൽപ്സിന്റെ ഈ ഭാഗത്ത് ഏതാനും സ്കീയിങ് സ്ലോപ്പുകളുണ്ട്. അവിടേക്ക് കേബിൾ കാർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമുണ്ട്. മഞ്ഞുകാല സാഹസിക വിനോദങ്ങൾക്ക് പേരുകേട്ട പർവ്വത പ്രദേശങ്ങൾ. ടൂറിസത്തിന്റെ വലിയ പ്രദേശങ്ങളാണ് ഇവിടമെല്ലാം. നാസി ഭരണകാലത്ത് ഉയർന്ന നാസി നേതാക്കൾ പതിവായി എത്തിയിരുന്ന ഒരു പ്രദേശമാണ് ഒബർ സാൽസ്ബർഗ്. അക്കാലത്ത് സൗകര്യപ്രദമായി ഒരുക്കിയ പാതയാണിത്. ഒബർ സാൽസ്ബർഗിൽ നിന്നും താഴേക്കിറങ്ങി ബെർച്ച്ടസ് ഗാർഡനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ആ 2 സ്ഥലങ്ങൾക്കിടയിലെ ഈ ഭാഗം ഹരിതസമൃദ്ധമാണ്. മലിനീകരണം ഒട്ടുമില്ലാത്ത ഭൂപ്രദേശങ്ങൾ. ആൽപ്സിന്റെ ഓരങ്ങളെല്ലാം ഇങ്ങനെ സുന്ദരമാണ്. ആൽപ്സിന്റെ ചെരുവുകളിലെയും താഴ്വാരത്തെയും എല്ലാ നാടുകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ഈ ഒരു വൃത്തിയും സൗന്ദര്യവും കാണാം. സ്വിറ്റ്സർലൻഡിൽ ആ സൗന്ദര്യം പാരമ്യത്തിലെത്തും. മനുഷ്യാധ്വാനം കൊണ്ട് ഡിസൈൻ ചെയ്ത് വെട്ടിയൊരുക്കിയെടുത്തതാണ് ഈ പുൽമേടുകൾ. പുൽത്തകടിയുടെ ഓരങ്ങളിൽ എങ്ങനെ മരം നടണമെന്നും അത് ഏതുതരം മരമായിരിക്കണമെന്നുമെല്ലാം നഗരാസൂത്രണത്തിൽ കൃത്യമായ നിഷ്കർഷയുമുണ്ടാവും. പുൽമേടുകളിൽ പുല്ലുവെട്ടി ഒരുക്കുന്നതും അത് ശേഖരിച്ചു വെക്കുന്നതും അതിൽ നിന്നും കാലിത്തീറ്റ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതുമെല്ലാം ശാസ്ത്രീയമായാണ്. വലിയ കാർഷിക വ്യവസായത്തിന്റെ ഭാഗമാണതെല്ലാം. പുൽമേടുകളിൽ പശുക്കൾ മേഞ്ഞു നടക്കുന്നത് കാണാം. ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളാണ് ഈ പോകുന്നതെല്ലാം. ജോലിക്ക് പോകുന്നവരൊന്നും ഇവിടെ ഞായറാഴ്ച ഇങ്ങനെ പുറത്തിറങ്ങില്ല. ഞങ്ങൾ ബെർച്ച്ടസ് ഗാർഡൻ പട്ടണത്തിന്റെ സമീപത്തേക്കെത്തി. സാമാന്യം വലിയൊരു പട്ടണമാണ് ബെർച്ച്ടസ് ഗാർഡൻ. കെട്ടിടങ്ങളുടെ മുകളിൽ സോളാർ പാനലുകൾ. ബെർച്ച്ടസ് ഗാർഡനർ ആഹെ എന്നൊരു ചെറുനദി ഒഴുകുന്നു. ഇതിവിടുത്തെ സ്കീ ലിഫ്റ്റ് സ്റ്റേഷനാണ്. സ്കീയിങ്ങിനായി പോകുന്നവർ പുറപ്പെടുക അവിടെ നിന്നാണ്. ഞങ്ങൾക്കിവിടെ ഏതാനും കാഴ്ചകളിലേക്ക് പോകാനുണ്ട്. ഇവിടുത്തെ ഉപ്പ് ഖനികളുടെ പേരിലാണ് ബെർച്ച്ടസ് ഗാർഡൻ ആദ്യം പ്രശസ്തമായത്. ഭൂമിക്കടിയിൽ നിന്നും ഉപ്പ് കുഴിച്ചെടുക്കുന്ന ഖനികളാണത്. ഉപ്പളങ്ങളിൽ കടൽവെള്ളം കയറ്റി വറ്റിച്ചല്ല ഇവിടെ ഉപ്പുണ്ടാക്കുന്നത്. ആൽപ്സിന്റെ ചെരുവിൽ വലിയ തുരങ്കങ്ങളുണ്ടാക്കി ഉപ്പുപാറകൾ പൊട്ടിച്ചെടുത്തായിരുന്നു ഇവിടുത്തെ ഉപ്പുൽപാദനം. 500 വർഷം മുൻപ് തന്നെ അത്തരം ഉപ്പ് ഖനികൾക്ക് പ്രശസ്തമായിരുന്നു ബെർച്ച്ടസ് ഗാർഡൻ. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപ്പ് ഖനനം ചെയ്തിരുന്ന കാര്യമാണത്. എന്നാൽ അതിനു മുൻപ് 12ാം നൂറ്റാണ്ടിൽ തന്നെ ബെർച്ച്ടസ് ഗാർഡൻ പ്രദേശത്ത് ഉപ്പ് ശേഖരണം തുടങ്ങിയിരുന്നു. അക്കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചില സന്യാസി മഠങ്ങളാണ് അതിന് മുൻകൈയെടുത്തത്. പഴയൊരു ഉപ്പ് ഖനി കാണുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി ഇറങ്ങി. പാർക്കിംഗ് ഫീസ് ഇത്തരം യന്ത്രങ്ങളിലാണ് നിക്ഷേപിക്കേണ്ടത്. പാർക്കിങ്ങിൽ വണ്ടിയിട്ട് ഇവിടെ വന്ന് ഫീസ് അടയ്ക്കാം.
എല്ലാവരും അത് കൃത്യമായി ചെയ്യുന്നുണ്ട്. 1517 പ്രവർത്തനം തുടങ്ങിയ ഖനിയാണ് ഇവിടെയുള്ളത്. അക്കാലത്ത് ബർച്ച്ഡസ് ഗാർഡൻ പ്രഭുഭരണത്തിന് കീഴിലായിരുന്നു. അക്കാലത്ത് വലിയൊരു സാമ്പത്തിക സ്രോതസ് തന്നെയായിരുന്നു ഈ ഖനി. ഖനിയിലെ പഴയകാല ഉപകരണങ്ങൾ പലയിടത്തും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സൈക്കിൾ പോലെ ചവിട്ടിക്കൊണ്ടു പോകാവുന്ന ചെറു ട്രോളികൾ വരെയുണ്ട്. ബർച്ച്ഡസ് ഗാർഡനർ ആഹേ നദി ഇവിടെയും കാണാം. ആഹേ എന്നാൽ അരുവി, ചെറുനദി എന്നെല്ലാം അർത്ഥം. നല്ല തെളിഞ്ഞ ജലമുള്ള നദി. മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്ന ഇടമല്ല ഇവിടെ നദി. കല്ല് ചെത്തിയെടുത്തുണ്ടാക്കിയ പ്രൗഢമായ നിർമ്മിതികളാണ് പഴയ ഗോഡൌണുകൾ പോലും. ഹെറിറ്റേജ് ബിൽഡിങ്ങുകളായി സംരക്ഷിക്കുകയാണ് അതെല്ലാം ഇപ്പോൾ. നദി കടന്നു ചെല്ലുമ്പോഴാണ് സാൾട്ട് മൈനിന്റെ ഭാഗമായ മ്യൂസിയം ഏരിയ. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന മ്യൂസിയമാണ്. മലയുടെ ഉള്ളിലേക്ക് നീണ്ടുകിടക്കുന്ന ഖനിയുടെ എൻട്രൻസ് അതാണ്. അവിടേക്ക് ചെല്ലുമ്പോൾ യൂണിഫോം ധാരികളായ കുറെ പേർ പട്ടാള പരേഡ് പോലെ നടന്നു പോകുന്നത് കാണാം. പല പ്രായക്കാരാണ്. പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. ഇതെല്ലാം ടൂറിസ്റ്റുകളാണ്. പഴയ ഖനിത്തൊഴിലാളികളുടെ യൂണിഫോം അണിയിച്ചാണ് ടൂറിസ്റ്റുകളെ ബാച്ചുകളായി ഖനിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇടതുവശത്ത് പഴയ ഉപ്പ് ഗോഡൌണും മറ്റുമാണ്. ഇപ്പോഴത് റെസ്റ്റോറന്റുകളായി മാറിയിരിക്കുന്നു. ഇവിടെ ഒരു ട്രോളിയുണ്ട്. ട്രാക്കുകളിലൂടെ നീങ്ങുന്ന ആ ട്രോളിയിൽ കയറി ഖനിക്കുള്ളിലേക്ക് പോകാം. നീളൻ ട്രോളിയിൽ ഇരുവശത്തേക്കും കാലുകളിട്ട് ബൈക്കിലിരിക്കുന്നത് പോലെ ഇരിക്കാം. പക്ഷേ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നപ്പോൾ ഒരു പ്രശ്നം. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞുള്ള ട്രോളിയിലേക്ക് ടിക്കറ്റ് ലഭിക്കൂ. ഉടനെ പുറപ്പെടുന്നതിലേക്കുള്ള ടിക്കറ്റ് തീർന്നു കഴിഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം ഖനിക്കുള്ളിലേക്ക് ക്യാമറയുമായി പോകാനാവില്ല എന്നതാണ്. എന്തു ചെയ്യും? ഞങ്ങൾ ആലോചനയിലായി. ഇവർ പോയി തിരിച്ചു വന്ന ശേഷമേ അടുത്ത ട്രിപ്പ് പുറപ്പെടൂ. എനിക്ക് ഇതിലൊരു സീറ്റ് തരപ്പെടുത്താനായി ബിനു പല വിധത്തിൽ നോക്കി. രക്ഷയില്ല. ആളുകൾ ഇങ്ങനെയാണ് കയറിയിരിക്കുന്നത്. ട്രോളി സാവധാനം നീങ്ങുന്നു. നിറഞ്ഞിട്ടില്ല. ഇവിടെയൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് വലിയ ചിട്ടകളാണ്. 1.5 മണിക്കൂർ കാത്തു നിൽക്കാനാവില്ല. ഖനിയിൽ കയറിയാൽ കാഴ്ചകൾ ചിത്രീകരിക്കാനുമാവില്ലല്ലോ. അതിനാൽ തിരികെ നടന്നു. ഒരു കാലത്ത് ബവേറിയ എന്ന രാജ്യത്തിന് തന്നെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിക്കൊടുത്ത ഖനികളാണ് ബർച്ച്ഡസ് ഗാർഡനിലേത്. രാജഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ ഖനി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ റോയൽ ജനറൽ മൈൻ ആൻഡ് സോൾട്ട് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടായിരുന്നു. 1920-കൾ വരെയും ഇവിടുത്തെ ഖനി പ്രവർത്തിച്ചു. ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടർന്നു. ഇന്ന് വലിയൊരു ടൂറിസം കേന്ദ്രമാണ് ബർച്ച്ഡസ് ഗാർഡൻ. 8,000-ഓളം ആളുകൾ വസിക്കുന്നുണ്ട് ഈ പട്ടണത്തിൽ. ഒരു കാർഷിക പ്രദേശം കൂടിയാണിവിടം. പശു വളർത്തലാണ് കൂടുതൽ ആളുകളുടെയും പ്രധാന വരുമാന മാർഗം. ഹോം സ്റ്റേകളും ഫാം സ്റ്റേകളുമെല്ലാമായി ടൂറിസത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഇന്നാട്ടുകാർ. ഒരു ഇന്ത്യക്കാരനോ മലയാളിയോ ടൂറിസ്റ്റായി എത്തുമ്പോൾ ഇവിടെ സ്ഥിരതാമസമാക്കാൻ കൊതി തോന്നും. പക്ഷേ ഇന്നാട്ടുകാർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവാം. ഇത് ബർച്ച്ഡസ് ഗാർഡന്റെ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റേഷനും എല്ലാം ചേർന്ന പ്രധാന ഭാഗമാണ്. നേരമിപ്പോൾ 4 മണിയായിട്ടുണ്ട്. റെയിൽ പാളങ്ങൾ റോഡിന് സമാന്തരമായി പോകുന്നുണ്ട്. ബവേറിയൻ ആൽപ്സിന്റെ ഓരങ്ങളിലെ മറ്റു ചില ഗ്രാമങ്ങൾ കണ്ടുപോകാനാണ് തീരുമാനം. ഞങ്ങൾ ഇവിടേക്ക് വന്ന വഴിയേയല്ല ബർച്ച്ഡസ് ഗാർഡനിൽ നിന്നും മടങ്ങുന്നത്. അത് മറ്റൊരു വഴിയിലൂടെ ആവാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഏതു വഴിയിലൂടെ ഡ്രൈവ് ചെയ്യാനും റെഡിയാണെന്നാണ് ബിനു പറയുന്നത്. പുൽമേടുകൾക്കും മരക്കൂട്ടങ്ങൾക്കുമിടയിൽ ചെറിയ സെറ്റിൽമെന്റുകൾ. ട്രഡീഷണൽ ബവേറിയൻ ശൈലിയിലുള്ള വീടുകൾ. അതിൽ മിക്കതും ഇപ്പോൾ ടൂറിസത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആളുകൾ വീടിന്റെ ഒരു ഭാഗം ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്ക് നൽകാനായി മാറ്റിവെക്കുന്നു. ചെറിയ വീടുകളാണെങ്കിലും അതിന്റെ മുകൾ നിലയോ വീടിനോട് ചേർന്നുള്ള കെട്ടിടമോ ഗസ്റ്റ് ഹൗസ് ആക്കി മാറ്റുന്നു. ഇന്റർനെറ്റ് വ്യാപകമായതോടെ പല സൈറ്റുകൾ വഴി ഈ ഗ്രാമങ്ങളിലെ ഹോം സ്റ്റേകൾ ബുക്ക് ചെയ്യാം. മാർക്കറ്റിംഗ് വളരെ എളുപ്പമായിരിക്കുന്നു.
കുറച്ചു ദിവസങ്ങളെങ്കിലും ബവേറിയൻ ആൽപ്സിലെ ഇത്തരം വീടുകളിൽ വന്ന് താമസിക്കണമെന്ന് എനിക്കുണ്ട്. സഞ്ചാരത്തിനു വേണ്ടിയുള്ള അധികം കഥകൾ അതിലുണ്ടാവില്ലെങ്കിലും അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയാവും അത്. പൂത്തുലഞ്ഞ ചെടികളോട് കൂടിയ മരബാൽക്കണികളുള്ള വീടുകൾ. മിക്ക വീടിന്റെയും 2ാം നില മരം കൊണ്ടുള്ളതാണ്. ബിഷോപ്സ് വീസൺ എന്ന പ്രദേശത്തേക്കാണ് എത്തിയിരിക്കുന്നത്. മുന്നിൽ അങ്ങു ദൂരെ ആൽപ്സിന്റെ കൊടുമുടികൾ കാണാം. വ്യത്യസ്തമായ ഒരു പ്രകൃതിയിലൂടെയാണ് കടന്നുപോകുന്നത്. മലഞ്ചെരുവുകളിലെ പാത. ഇടയ്ക്ക് മഴച്ചാറ്റലുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ് മഴ പെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇത്ര നേരം പ്രകൃതി എന്നോട് കനിവ് കാട്ടിയിരിക്കുന്നു. പൂച്ചെടികളില്ലാത്ത ഒരു വീടുമില്ല. പുൽത്തകടിയില്ലാത്ത കുന്നുകളുമില്ല. കൊതിപ്പിക്കുന്ന പച്ചപ്പാണ്. മനുഷ്യവാസമില്ലാത്ത ഇടങ്ങൾ പോലും എത്ര ഭംഗിയോടെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. മേടുകളിൽ മേയുന്ന പശുക്കൾ, മരവീടുകൾ. വാൾഡർ ഹൗസ് എന്നാണ് ഇത്തരം കെട്ടിടങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത്. ആദിമകാലത്ത് ആൽപൈൻ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന വീടുകളാണ് വാൾഡർ ഹൗസ്. താഴത്തെ നില കല്ലുകൊണ്ടും മുകൾ നില മരം കൊണ്ടും പണിത കെട്ടിടങ്ങളാണത്. മരം കൊണ്ടുള്ള ബാൽക്കണിയുമുണ്ടാവും അതിന്. ആ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് ഇന്നും ഇവിടെ കാണുന്ന വീടുകളെല്ലാം. വീടുകളുടെ മുൻഭാഗത്തെ ചുമരിൽ ഒരു ചെറിയ കുരിശ് പതിച്ചു വയ്ക്കുന്നത് ഇവിടെ പണ്ടുമുതലേ ഉള്ള പതിവാണ്. അതിപ്പോൾ ഗവൺമെന്റ് കെട്ടിടങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. 2018 ജൂൺ 1 മുതൽ ബവേറിയൻ ഗവൺമെന്റ് അതൊരു നിയമമാക്കി നടപ്പാക്കി വരികയാണ്. ആൽപൈൻ ഗ്രാമങ്ങളിലെ വീടു നിർമ്മാണം സംബന്ധിച്ച് ഇവിടെ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആർക്കും തോന്നുന്ന രീതിയിൽ വീട് പണിയാനാവില്ല. വീട് പണി തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിന്റെ ഡിസൈൻ മുനിസിപ്പാലിറ്റിക്ക് സമർപ്പിക്കണം. നിർമ്മാണ വസ്തുക്കൾ, മേൽക്കൂരയുടെ രൂപം, കെട്ടിടത്തിന്റെ നിറം എന്നിവ സംബന്ധിച്ചുള്ള കർശന നിർദ്ദേശങ്ങൾ അനുസരിച്ചേ വീട് പണിയാനാവൂ. പരന്ന മേൽക്കൂര ഇവിടെ അനുവദനീയമല്ല. പ്രകൃതി സൗന്ദര്യത്തെ ഹനിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറ്റകരവുമാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. മഴ വീണ്ടും ഒന്ന് കനത്തു. നീണ്ടു നിൽക്കുന്ന മഴയല്ല. അല്പം കഴിയുന്നതോടെ അത് തോരുന്നു. ആൽപൈൻ കാലാവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ വച്ച് ഒരു ചെറിയ അരുവിയെ ക്രോസ് ചെയ്യുന്നുണ്ട്. ഷ്വാർസ്ബാഹ് നദിയാണ്. മലയിടുക്കിന്റെ അഗാധതയിലൂടെയാണ് നദി ഒഴുകുന്നത്. അത് കാണുന്നില്ല. അത് കഴിയുന്നതോടെ ഉണ്ടർ ജെറ്റൻബർഗ് എന്ന ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് എത്തുന്നത്. ജെറ്റൻബർഗ് എന്ന മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് ഗ്രാമം. ഉണ്ടർ എന്നാൽ താഴെയുള്ളത് എന്നാണ് അർത്ഥം. പർവ്വതങ്ങളുടെ താഴ്വാരത്തെ സുന്ദര ഗ്രാമമാണ് ഉണ്ടർ ജെറ്റൻബർഗ്. 500-ൽ താഴെയാണ് ഇവിടുത്തെ ജനസംഖ്യ. പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട ചെറു സമതലത്തിലെ ഒരു ഗ്രാമം. ഇവിടെ വെച്ച് വീണ്ടും ഞങ്ങൾ സലാഷ് നദി ക്രോസ് ചെയ്തു. നേരത്തെ ഒബർ സാൽസ്ബർഗിലേക്ക് പോയപ്പോൾ മറ്റൊരു ഭാഗത്ത് വെച്ച് ഈ നദിയെ ക്രോസ് ചെയ്തിരുന്നതാണ്. ഓസ്ട്രിയയിലൂടെയും ജർമ്മനിയിലൂടെയും ഒഴുകുന്ന നദിയാണ്. സാൽസ്ബർഗിലൂടെ ഒഴുകുന്ന സാൽസാഷ് നദിയുടെ ഒരു കൈവഴിയാണ് സലാഷ്. സലാഷിന്റെ തീരത്ത് ഏതാനും ഗ്രാമങ്ങളുണ്ട്. ഹോഹൻലോഹ് എന്ന ജില്ലയുടെ ഭാഗമാണ് ഇവിടം. ഹോഹൻലോഹ് എന്നത് ഒരു പ്രഭുകുടുംബത്തിന്റെ പേരാണ്. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ആ കുടുംബമായിരുന്നു ഈ പ്രദേശം ഭരിച്ചത്. പിന്നീട് ഇവിടം ബവേറിയൻ രാജകുടുംബത്തിന്റെ കീഴിൽ വരികയായിരുന്നു. വെയ്സ്ബാഹ് എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ചെറിയൊരു ടൗണാണ് വെയ്സ്ബാഹ്. 2000-ഓളം ആളുകൾ വസിക്കുന്നുണ്ട് ഇവിടെ. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരിടം. ആൽപ്പൻ ഗ്ലൂക്ക് എന്ന ഹോട്ടലാണ് ഇക്കാണുന്നത്. ധാരാളം ഹോം സ്റ്റേകളുമുണ്ട് വെയ്സ്ബാഹിൽ. ഹോട്ടലാകട്ടെ ഹോം സ്റ്റേകളാകട്ടെ അതൊന്നും വലിയ കോൺക്രീറ്റ് സൗധങ്ങളല്ല. മരം കൊണ്ട് പാരമ്പര്യത്തനിമയോടെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ. വെയ്സ്ബാഹിലെ പള്ളിയാണ് അത്.
പുൽമേടിന് നടുവിൽ പഴമയുടെ സൗന്ദര്യവുമായി അതെങ്ങനെ നിൽക്കുന്നു. 2 കിൻഡർ ഗാർഡനുകളും ഒരു പ്രൈമറി സ്കൂളും ഒരു ജിംനേഷ്യവും ടെന്നീസ് കോർട്ടുമാണ് വെയ്സ് ബാഗിലുള്ള പ്രധാന പൊതുസ്ഥാപനങ്ങൾ. അവിടം കടന്ന് യാത്ര തുടർന്നു. വെയിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറെ കൂടി സുന്ദരമായ ദൃശ്യങ്ങൾ ലഭിച്ചേനെ. ഇവിടുത്തെ മിക്ക ഗ്രാമങ്ങളിലും ജനസംഖ്യ നന്നേ കുറവാണ്. കുന്നിൻ ചെരുവിൽ ഒറ്റപ്പെട്ട കർഷക ഭവനങ്ങൾ. ഒരു ഗ്രാമം കടന്നാൽ പിന്നെ കുറെ ഭാഗം വനസമാനമായ പ്രദേശമായിരിക്കും. ഇപ്പോൾ ഇൻസൽ എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. മാക്സ് ഏഷ്യർ അറീനയാണിത്. സ്പീഡ് സ്കേറ്റിംഗിനായുള്ള അറീന. അത് കഴിയുന്നതോടെ ഇൻസൽ ടൗണിലേക്ക് കയറുകയാണ്. ആൽപ്സിന്റെ ചെരുവിലെ സാമാന്യം വലിയൊരു മുനിസിപ്പാലിറ്റിയാണ് ഇൻസൽ. 45 ചതുരശ്ര കിലോമീറ്ററുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ 5000-ഓളം ആളുകൾ വസിക്കുന്നു. ശൈത്യകാല കായിക വിനോദങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഇൻസൽ. 1974 വേൾഡ് സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് അരങ്ങേറിയത് ഇവിടെയാണ്. 2 നിലയുള്ള കെട്ടിടങ്ങളാണ് കൂടുതലും. എല്ലാം ട്രഡീഷണൽ ശൈലിയിലുള്ളതാണ്. ഇൻസലിലെ ബസ് സ്റ്റേഷനും മറ്റുമാണ് വലതുവശത്ത്. ജർമ്മനി എന്ന സമ്പന്ന രാജ്യം എത്ര എളിമയോടെയാണ് തങ്ങളുടെ പട്ടണങ്ങളെയും ഗ്രാമങ്ങളെയും നിലനിർത്തുന്നത്. ബാനറോ പോസ്റ്ററോ ഹോർഡിങ്ങുകളോ ഒന്നുമില്ല. വഴിയോരം കയ്യേറി നിർമ്മിച്ച വികലമായ കെട്ടിടങ്ങളില്ല. തട്ടുകടകളും പെട്ടിക്കടകളുമില്ല. ജനസംഖ്യ കുറയുന്നതുകൊണ്ടുകൂടിയുള്ള സൗന്ദര്യമാണിത്. ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന ബാൽക്കണികൾ. മരമാണ് പ്രധാന നിർമ്മാണ വസ്തു. ഇൻസലിലെ ഏറ്റവും വലിപ്പമുള്ള കെട്ടിടങ്ങൾ ഇതാണ്. ഇത്ര ഉയരമേ പാടുള്ളൂ ഇവിടെ. ഈ നീളൻ കെട്ടിടങ്ങൾ മിക്കതും ടൂറിസ്റ്റ് ലോഡ്ജുകളാണ്. മരം ധാരാളമായി ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ. നാടിന്റെ പൗരാണിക ഭാവത്തിൽ മാത്രമേ ഈ 21-ാം നൂറ്റാണ്ടിലും പട്ടണത്തിൽ കെട്ടിടങ്ങൾ പണിയാൻ അനുവദിക്കൂ. ഇത്രയൊക്കെ കാഴ്ചപ്പാടുള്ള നാടുകളുമായാണ് ടൂറിസത്തിന്റെ കാര്യത്തിൽ നമ്മൾ മത്സരിക്കുന്നതെന്ന് ഓർക്കണം. നമ്മുടെ മലയോര ഗ്രാമങ്ങളെ ഇതുമായാണ് താരതമ്യം ചെയ്യേണ്ടത്. ഈ കെട്ടിടത്തിന്റെയൊക്കെ ഭംഗി കാണുക. പൂത്തുലഞ്ഞ ചെടികൾ. വെളിമ്പറമ്പുകൾ കിടക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ബിനു കാർ ഇൻസൽ പട്ടണത്തിന്റെ ഉൾവഴികളിലൂടെയൊക്കെ വിടുകയായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് ഈ പട്ടണത്തിനകത്തേക്ക് കയറേണ്ട കാര്യമില്ലായിരുന്നു. പ്രശസ്തരായ നിരവധി പേരുടെ ജന്മദേശമാണ് ഇൻസൽ. ജർമ്മൻ അപസർപ്പക കഥകളുടെ രചനയിലൂടെ ശ്രദ്ധേയനായ റോബർട്ട് ഹൾട്ട്നർ ആണ് അതിലൊരാൾ. മുന്നിൽ കെട്ടിടങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ട്. അവിടെയൊന്നും കണ്ണിൽ തറയ്ക്കുന്ന തരം കെട്ടിട കാഴ്ചയില്ല. കോൺക്രീറ്റിന്റെ വികൃത രൂപങ്ങളില്ല. പുൽമേടുകൾ കുന്നിറങ്ങി വനത്തിൽ ലയിച്ചു ചേരുന്നു. അതിന്റെ ഓരങ്ങളിൽ വീടുകൾ. വീണ്ടും കത്തുന്ന പച്ചപ്പിന്റെ പുൽമേട്. ഇൻസൽ മാത്രമല്ല, ഇവിടുത്തെ ഓരോ ഗ്രാമവും ഇങ്ങനെയാണ്. ചിലയിടത്തെത്തുമ്പോൾ അതിപുരാതനമെന്ന് തോന്നുന്ന കെട്ടിടങ്ങളാണ് കാണുന്നത്. ഗോഡൌണോ മറ്റോ ആയിരിക്കാം. അതിനും കൃത്യമായ നിർമ്മാണ രീതിയുണ്ട്. വാഗനൌ എന്ന പ്രദേശം കടന്നാണ് യാത്ര. ഒരു ചെറിയ മുനിസിപ്പാലിറ്റിയാണ് വാഗനൌ. ഇപ്പോൾ ഹാമർ എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു. ബവേറിയൻ ആൽപ്സിന്റെ ചെരുവിലെ മിക്ക ഗ്രാമങ്ങളും ഈ വിധമാണ്. ഓടുമേഞ്ഞ ചെരിഞ്ഞ മേൽക്കൂരയുള്ള കെട്ടിടങ്ങൾ. ഹാമറിന്റെ പ്രധാന ഭാഗങ്ങളാണ് ഇവിടം. വീടിന് പുറത്തൊന്നും ആളുകളെ കാണുന്നില്ല. ഒരു ഭാഗത്ത് പള്ളിഗോപുരം ഉയർന്നു നിൽക്കുന്നു. അതിന് കീഴെ 2 നിലയുള്ള കെട്ടിടങ്ങൾ മാത്രമുള്ള ഒരു ഗ്രാമം. അതിന്റെ ഭംഗി കണ്ട് കൊതിച്ച് ഈ നാട്ടുകാരോടുള്ള ചെറിയ അസൂയയുമായി ഞാനിരുന്നു. ഒരു രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളും ഇങ്ങനെയാണ്. കർശനമായ നിയമങ്ങളാണ് ഈ താഴ്വാരങ്ങളെ ഇത്ര സുന്ദരമായി നിലനിർത്താൻ കാരണമാകുന്നത്. നമ്മുടെ നാട്ടിൽ ഡിസൈൻ ചെയ്തൊരുക്കിയിരിക്കുന്ന റിസോർട്ടുകൾക്ക് പോലും ഇത്ര സൗന്ദര്യമില്ലെന്നതാണ് അത്ഭുതം. പുല്ലുവെട്ടി ബണ്ടിലുകളാക്കി വെച്ചിരിക്കുന്നു. പുൽത്തകടിയിൽ പശുക്കൾ മേഞ്ഞു നടക്കുന്നു.
ഗ്രാമം കടന്നതോടെ വനസമാനമായ പ്രദേശങ്ങളിലൂടെയായി യാത്ര. അതിനിടയിലൂടെ അരുവി ഒഴുകുന്നുണ്ട്. ഒറ്റപ്പെട്ട ഒരു കർഷക ഭവനം. ആ പുരയിടം കഴിഞ്ഞാൽ പിന്നെയും പുൽമേട്. ഏതോ ഗ്രാമത്തിലേക്ക് നീണ്ടുപോകുന്ന പാത. പുൽത്തകടി, മരക്കൂട്ടം. ഇതാണ് ജർമ്മൻ പ്രകൃതിയുടെ സൗന്ദര്യം. ഇപ്പോൾ സീക്സ്ഡോർഫ് എന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നു. വിന്റർ ടൂറിസത്തിന്റെ ഒരു കേന്ദ്രം. ബവേറിയൻ ആൽപ്സിന്റെ ഗ്രാമങ്ങളുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ സഞ്ചാരം തുടർന്നു.